ഞാനും അമ്മയും കുറച്ച് ക്രിയേറ്റീവ് ആകാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് കൊച്ചി ബ്രോഡ്വേയിലേക്ക് ഒരു ക്രാഫ്റ്റ് ഷോപ്പിങ്ങിന് പോയതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞങ്ങൾ നേരത്തെ പോയി പരിചയമുള്ളൊരു സ്റ്റേഷനറി ഷോപ്പിലേക്കാണ് ആദ്യം പോയത്. ഒരിക്കലെങ്കിലും ബ്രോഡ്വേ കണ്ടിട്ടുള്ളവർക്ക് അറിയാലോ, കടകളും സാധനങ്ങളും കിടക്കുന്നത് കടൽ പോലെയാണ്. അതിൽ നിന്ന് വേണ്ട തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ഒന്നൊന്നര ടാസ്ക്കാണ്. ഞങ്ങൾ നോക്കി നടന്നത് ഒരു മീഡിയം സൈസ് ക്യാൻവാസിന് വേണ്ടിയിട്ടായിരുന്നേ. ഞങ്ങളുടെ കഴിവുകൾ വഴിയേ നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നതാവും. ക്ഷമയോടെ കാത്തിരിക്കുക. പണ്ട് മുതലേ സ്റ്റേഷനറി എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. കല്യാണത്തിന് മുൻപേ വരെ ഭയങ്കര വരയും കുറയൊക്കെ ആയിരുന്നു എൻ്റെ പ്രധാന പണി. വീട്ടിൽ പുതിയൊരു സ്റ്റേഷനറി ഷോപ്പ് തുടങ്ങാനുള്ള സാധനങ്ങൾ ഇപ്പോഴും അവൈലബിൾ ആണ്. എൻ്റെ അതേ മറ്റുള്ള ഒരാളെ കെട്ടിയോണ്ട് തന്നെ ഭാഗ്യമുണ്ട്. സ്കിൽസ് ഒക്കെ പൊടിതട്ടി എടുക്കാൻ പറ്റിയ അവസരമാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ഓരോ കൊത്തുപണികളാണ്. ആധികാരികമായി പഠിക്കാൻ പോകണമെന്നൊക്കെ ഉണ്ട്. കുറച്ച് നാൾ പോയതുമാണ്. പക്ഷെ എന്താണെന്നറിയില്ലടാ, എനിക്ക് എൻ്റെ രീതിയിൽ ചെയ്യാനേ പറ്റൂ. കുറേ നാള് ഒരു മാഷിനെ കുക്കിന്റെ പടം വരച്ച് പഠിപ്പിക്കാൻ നോക്കി. ഏത് വളവ് വരയ്ക്കാൻ പഠിപ്പിക്കുവാണേ. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പകുതി പ്രായമുള്ള ചെറുക്കൻ അവിടെ പെയിന്റിങ്ങിന് വരെ എത്തി. ഞാനാണെ അവിടെ കുക്കും കണ്ടിരിക്കുക. 2 മാസമായി. അവിടെ നിർത്തി ഞാൻ എൻ്റെ കലാജീവിതം. അപ്പോൾ പറഞ്ഞു വന്നത്, കടയിൽ പോയി സാധനം കിട്ടിയില്ല. പക്ഷേ ഗ്രഹണി പിടിച്ച കൊച്ചിനെ പോലെ നടന്ന് അവിടെയുള്ള വേറെ പലതും മേടിച്ചു കൂട്ടി. ഞാനാരാ മോള്. നമ്മൾ നോക്കിപ്പോയ സാധനങ്ങൾ പിന്നെ മറ്റൊരു കട തപ്പി പിടിച്ചു പോയിട്ടാണ് ഒപ്പിച്ചുകൊണ്ട് വന്നത്. ഈ ഷോട്ട്സ് വളരെ റിസ്കി ആയിരുന്നു ഗൈസ്. ഒന്ന് കണ്ണ് തെറ്റിയിരുന്നെങ്കിൽ ഞാൻ പെട്ടെന്ന് താഴെ എത്തിയേനെ. എനിക്ക് പിന്നെ വലിയ ധൃതിയൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് കുഴപ്പമില്ല. പോയി ലക്ഷ്യം നടന്നതിൻ്റെ ആഹ്ലാദത്തിൽ ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. അപ്പം ശരി, ബൈ.